ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചെറിയൊരു ആർട്ട് വർക്ക് ചെയ്താലോ ഇന്ന്. ഇത് ലിപ്പൺ ആർട്ട് കിറ്റാണ്. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഇതേ ഇങ്ങനെ ഒരു ബോക്സാണ് അതിൽ വരുന്നത്. ഇതേ ആ ബോക്സിൽ പെയിൻ്റ് ഉണ്ട് കേട്ടോ. എനിക്കിതേ ആ പെയിൻറ്റ് കിട്ടുമ്പോൾ അതിലൊരു പെയിൻറ്റ് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല കളറൊക്കെ ആയിരുന്നു അതിൽ. പിന്നെ നമുക്ക് മിറർ വർക്ക് ചെയ്യാനുള്ള കുറച്ച് മിറർ ഉണ്ടായിരുന്നു അതിൽ, പല ഷേപ്പിലുള്ളത്. പിന്നെ ഇത് ഫെവിക്കോള്, പിന്നെ വേറെന്തോ ഒരു ബോക്സും കൂടി ഉണ്ടായിരുന്നു അതിൽ. വാർണിഷ് പോലത്തെ ഒരു സാധനം. പിന്നെ ക്ലേ, പിന്നെ അതിൻ്റെ ചാർട്ടായിരുന്നു. നമുക്ക് അതിൽ അവർ തന്നെ വരച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബ്രഷ് ഉണ്ടായിരുന്നു. 2 ചട്ടകയിലായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം നമുക്കിപ്പോൾ വരയ്ക്കാം. ഞാൻ എന്തായാലും ഇതാണ് കേട്ടോ വരയ്ക്കെടുത്തിരിക്കുന്നത്. ഇത് ക്ലേ ആണ്. ക്ലേ പൊളിച്ചു. ഇതൊരു മണ്ണിൻ്റെയൊക്കെ കളർ തന്നെയായിരുന്നു. അത് പറയാൻ കാരണം അതിൽ 2 കളർ ഉണ്ടായിരുന്നു. ഒരെണ്ണം വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇതാണ് എടുത്തിരിക്കണത്. അങ്ങനെ അതെടുത്തു. എടുത്തതിന് ശേഷം കുറച്ച് അത് ഭയങ്കരമായിട്ട് കയ്യും മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് പൗഡറൊക്കെ എടുത്തു. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യണത്. കയ്യിൽ നന്നായി ഒട്ടണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്ത ടൈമിലത്. അപ്പം ഞാൻ നന്നായി എടുത്തു. എന്നിട്ട് അതിങ്ങനെ അങ്ങനെ റോൾ ചെയ്യായിരുന്നു. കുഞ്ഞു കുഞ്ഞി പീസാക്കിയിട്ട് വേണ്ട നമുക്കതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതൊക്കെ എടുത്തു. ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഗീസ്. നല്ല അടിപൊളി മഴ അങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞതാണ്. നല്ല മഴയായിരുന്നു രാവിലെ മുതൽ. ഇതങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരു ന്യൂസ് പേപ്പറിലോ ചട്ടയിലോ അങ്ങനെ എന്തെങ്കിലും പേപ്പർ പോലെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടണത് തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം ഈ സ്ഥാനം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ ആദ്യം ആ ചട്ട എടുത്തിട്ട് ചട്ടയിൽ ഇങ്ങനെ ആദ്യം നമുക്ക് ഫെവിക്കോൾ കുറച്ച് ഇങ്ങനെ പരട്ടി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഒട്ടിയ വഴിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരും അത്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഫിനിഷിൽ ചെയ്യാൻ പറ്റില്ല വർക്ക്. അപ്പോൾ ഒരു പാത്രത്തേക്ക് കുറച്ച് ഫെവിക്കോളാക്കിയിട്ട് ആ ഫെവിക്കോൾ ഇങ്ങനെ പരട്ടിയിട്ട് ആ ക്ലേ അതിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് അടുക്കി വെച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര അതിൻ്റെ പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസമല്ലേ. അപ്പോൾ ഞാനതങ്ങനെ ചെയ്തു കൊടുത്തു. പിന്നെ റിപ്പീറ്റേഷനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. എനിക്ക് ഫസ്റ്റിലേ ഒരു മണ്ടത്തരം പറ്റിപ്പോയി. ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു അത്. ഞാൻ മറ്റേ റൗണ്ടിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത്. അതങ്ങനെ വെച്ച് അറിയില്ല, പെട്ടെന്ന് അത് വിട്ടുപോയി. എന്നിട്ട് അതങ്ങനെ ഇപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണ് ആലോചിച്ചത്, ഈശ്വര ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കില്ലേ. കുറച്ച് ചെറുതുമല്ലേ അത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. റൗണ്ടിൽ നിന്ന് അങ്ങനെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പോൾ ആരെങ്കിലും ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ചെയ്തിട്ട് വേണം കേട്ടോ ബാക്കിയെല്ലാം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേ ഉള്ളിൽ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ പോരും അതൊക്കെ. എന്നാലും ലാസ്റ്റിൽ ഞാൻ ശ്രദ്ധിച്ചങ്ങോട്ട് ചെയ്ത കാരണം വലിയ കുഴപ്പമുണ്ടായില്ല. അതൊക്കെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെയ്ത് വന്നപ്പോൾ ഭയങ്കര രസമായിട്ടോ. അത് ഭയങ്കര പിന്നെ അതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് വന്നു. ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. ചുറ്റോളം വീണ്ടും ഫെവിക്കോൾ ഓരോ സെക്ഷനിൽ ഇങ്ങനെ ഫെവിക്കോളാക്കി എന്നിട്ട് വീണ്ടും ക്ലേ എടുത്തു ഒന്നങ്ങനെ ചെറുതായി ഉരുട്ടി കൊടുത്ത് പിന്നെ അങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ. കണ്ടില്ലേ, ഏകദേശം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്.
ഇതിനൊക്കെ നന്നായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു ABCD അറിയാതെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത് വെക്കല്ലോ. അപ്പം നമ്മളങ്ങനെ ചെയ്തല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ലതാണ് കേട്ടോ. കുട്ടികൾ ഇപ്പോഴത്തെ മക്കളെല്ലാവരും കൂടുതൽ ഫോണും TV യും ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും രസം. അങ്ങനെ അവരും അതൊക്കെ അങ്ങനെ ചെയ്തു വരുമ്പോൾ എന്നുള്ളതല്ലേ. ആർട്ട് ഇങ്ങനെ പഠിച്ച് വരിക. അങ്ങനെ ഒരുവിധം ഞാനതങ്ങനെ ഒപ്പിച്ച് ഒരുവിധം കറക്റ്റ് ചെയ്ത് എടുത്തു അതിൻ്റെ ഉള്ളിൽ. ആദ്യമൊക്കെ ഈശ്വര അതെങ്ങനെ വയ്ക്കും എന്നായിരുന്നു. പിന്നെ മെല്ലെ വെച്ച് അതങ്ങോട്ട് ഷേപ്പൊന്നും അത്ര വലിയ കറക്റ്റൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതൊന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫിനിഷിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. കുഞ്ഞു പീസാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് എടുത്ത് ചെയ്യാനും എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ലാസ്റ്റത്തെ റൗണ്ടും ചെയ്തു ഫ്രണ്ട്സ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റും ഉള്ള വർക്കൊക്കെ ഇതുപോലെ ഫിനിഷ് ചെയ്യാം. ഫെവിക്കോളൊക്കെ വെച്ച് വീണ്ടും ക്ലേയൊക്കെ ഒട്ടിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതേ ക്ലേ വർക്കൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളത് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. പെയിൻറ്റിങ് 2-3 കളറേ ഉള്ളൂ. ഒരു യെല്ലോ, ഒരു ലൈറ്റ് ഗ്രീൻ, പിങ്ക്, ഒരു ഗോൾഡൻ കളർ, ഇതൊക്കെയാണ് അതിലുള്ളത്. വൈറ്റ്. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിൽ യെല്ലോ, പിന്നെ ലൈറ്റ് ഗ്രീൻ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിലൊക്കെ വൈറ്റ് നൈസായിട്ടൊന്ന് വരച്ചു കൊടുത്തു. പിന്നെ ഫ്ലവർ മൊത്തം ഞാൻ പിങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റ് പിങ്കാണേ.
അപ്പോൾ അതിങ്ങനെ കളറ് കൊടുത്ത് വരികയാണ്. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കണത് നന്നായിരിക്കും കേട്ടോ. കാരണം വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആ കളറ് പിടിക്കില്ല. നമുക്കിപ്പോൾ ഇവിടെ മഴക്കാലമായതുകൊണ്ട് നമ്മൾ വെയിൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവാൻ കുറേ ടൈം എടുക്കും. ഇപ്പം ഞാൻ നേരത്തെ കുട്ടികൾ കേസ് പറഞ്ഞില്ലേ, കുട്ടികൾ ഫോണും ടി വിയും ഒക്കെ കണ്ടിരിക്കുന്ന മക്കൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ അവർക്ക് രസമല്ലേ. വെറുതെ പറഞ്ഞതല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ കണ്ണമ്മോൻ വന്നു പെയിൻറ്റും ബ്രഷും അതിൻ്റെ ചട്ടയൊക്കെ എടുത്തിട്ട് അവനിങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും കുറേ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടും ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവും. കുറച്ച് ടൈം ഇങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതല്ലേ. അപ്പോൾ ഞാനും വിചാരിച്ചു ചെയ്തോട്ടെ. അതിനിടയ്ക്ക് എന്നോട് ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാനും പറയണമൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇതേ വൻ പെയിൻറ്റിങ്ങിലാണ്, തകൃതിയായ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പം നമുക്ക് കാണാം. It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, cause we are so free. And in this moment, life is like a dream. Live in the moment, cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know. You know what I know. I need to hold you close to me. Life is a game that we play. I won't get away. We can find a safe place Within our company, within our company, within our company. So come closer to me. Come a little closer. It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. So come a little closer. അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു. നിങ്ങളത് ഇപ്പോൾ എൻ്റെ മിറർ വർക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മിറർ വർക്ക് ഇതേ നമ്മൾ പല പല ഷേപ്പിലുള്ള മിറർ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യം എടുത്തിങ്ങനെ കുറേശ്ശെ അതിൽ വെച്ചു. ഇത് വെക്കുമ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വെയിൽ കൊള്ളിക്കാത്ത തന്നെ കറക്റ്റ് പക്കയായിട്ട് നമ്മൾ വെച്ചില്ലെങ്കിൽ ആ സാധനം എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെയിൻറ്റ് അല്ലെങ്കിൽ ക്ലേ ഒക്കെ ഇങ്ങനെ പോന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. ഞാൻ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കത്രിക എടുത്തിട്ട് വെക്കാനൊക്കെ നോക്കി. അപ്പോൾ കത്രിക എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് എടുക്കാൻ പറ്റാണ്ടാകുമ്പോഴേ അതോടെ ഇങ്ങനെ ആകെ കിടന്ന് ഓടിക്കൊണ്ട് കിടക്കുക.
അപ്പോൾ നമുക്കത് കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ വെക്കാൻ പറ്റണില്ല. നമ്മൾ കൈ കൊണ്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ പക്കയായിട്ട് എനിക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതേ അതിൻ്റെ വർക്ക് ഇങ്ങനെ റൗണ്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഫില്ലായിട്ടുണ്ട്. പിന്നെ നമ്മളതേ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 മിറർ എടുത്തിട്ട് പല ഷേപ്പിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്ലാനിങ് ഒന്നല്ലല്ലോ, നമ്മൾ അപ്പം തന്നെ ചെയ്യല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യും. പിന്നെ തോന്നി ഇപ്പുറത്ത് 2 കൂടി കുത്തിയാലോ, അപ്പോൾ അങ്ങനെ അപ്പുറത്ത് 2 വെച്ചു. അങ്ങനെ ചെയ്തിട്ട് ഇതേ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷായിട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഇതാണ് ഇങ്ങനെ രസമായിട്ടില്ലേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ എല്ലാ ഫാമിലിക്കും താങ്ക് യു.